ഹാർഡ് ഇയേഴ്സ് 2024 MBBS BDS BSc നഴ്സിംഗ് സീറ്റുകളിലേക്കുള്ള ESI കോളേജുകളിലെ ESI കോട്ട IP സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ 29 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 29/5/2024 നിങ്ങൾക്ക് 1/6/2024 വരെയും നിങ്ങളുടെ ആ ഒരു വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾക്ക് ESI കാർഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ESI കോട്ട IP സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2023 സെപ്റ്റംബർ 30 മുമ്പ് നിങ്ങളുടെ പാരൻസിൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു കാർഡ് ഉണ്ടാവില്ലേ, ESI കോളേജിൽ ഫ്രീ ആയിട്ട് ചികിത്സിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാർഡ്, അല്ലാതെ വേറെ ഒന്നുമല്ല പറയുന്നത്. അങ്ങനെ ഒരു കാർഡുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ 11ഓളം ESI, ഇന്ത്യയിലുള്ള 11ഓളം ESI മെഡിക്കൽ കോളേജുകളിലും പിന്നെ BDS സീറ്റുകളിലേക്കും BSc നഴ്സിംഗിൻ്റെ 2 കോളേജുണ്ട്, അതിലേക്കൊക്കെ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ, ഇപ്പോൾ MBBSൻ്റെ കാര്യമാണെങ്കിൽ 24,000 രൂപ മാത്രമാണ് വാർഷിക ഫീസ് വരുന്നുള്ളൂ. ആ ഒരു ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 11ഓളം മെഡിക്കൽ കോളേജുകളായിട്ട് 466 സീറ്റ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഒരു 64,000 ഓൾ ഇന്ത്യ റാങ്ക് റിസർവേഷൻ ഇല്ലാത്തവർക്ക് അതായത് അഡ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ OBCയിലാണെങ്കിൽ ഒരു 543 മാർക്കൊക്കെ ഉള്ളവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. EWS ആണെങ്കിൽ 520, സമയം SC ST ആണെങ്കിൽ ജസ്റ്റ് ആ ഒരു നീറ്റ് ക്വാളിഫൈ ആയവർക്ക് പോലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ, 11ഓളം മെഡിക്കൽ കോളേജുകളിൽ. അപ്പോൾ ഈ ESI മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിലുണ്ട് ESI മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ അതിൽ 3 ടൈപ്പ് സീറ്റ് ഉണ്ട്. ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു 15% സീറ്റ് ഉണ്ട്. പിന്നെ ഈ IP വാർഡ് കോട്ട എന്ന് പറഞ്ഞിട്ട് 35% സീറ്റ് ഉണ്ട്. പിന്നെ 50% സീറ്റ് സ്റ്റേറ്റ് കോട്ടയുണ്ട്. അപ്പോൾ ഈ 15% ഓൾ ഇന്ത്യ കോട്ട എല്ലാ ESI കോളേജുകളുടെയും ഫില്ല് ചെയ്യുന്നത് MCC ആണ്. MCCയുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഈ IP വാർഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇനി IP വാർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയവർക്ക് ഈ ഓൾ ഇന്ത്യ കോട്ടയിലും കൊടുക്കാം, അതിലെ ഓപ്ഷനും കാണിക്കും. പിന്നെ ഈ IP വാർഡ് കോട്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷനും കാണിക്കും. അപ്പോൾ അത് രണ്ടും കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട വഴി കൊടുക്കുമ്പോൾ ഫീസിൽ വ്യത്യാസമുണ്ട്. 18,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഫീസ് വരുന്ന ESI മെഡിക്കൽ കോളേജുകളുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് തന്നെ 2 എണ്ണം ഉണ്ട്. അതിൽ കോയമ്പത്തൂരാണെങ്കിൽ നമുക്ക് 18,000 രൂപ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കണം, ഫീസ് നോക്കിയിട്ട് കൊടുക്കണം. പക്ഷേ അവിടെ തന്നെ IP വാർഡ് കോട്ടയിലാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ എല്ലാ കോളേജിലും ഒരു ഫീസായിരിക്കും, 24,000 രൂപയായിരിക്കും ട്യൂഷൻ ഫീസ് വരുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് നഴ്സിംഗ് കോളേജുകൾ, 2 നഴ്സിംഗ് കോളേജുകൾ ബാംഗ്ലൂർ, കർണാടക അവിടെ ആയിട്ടുണ്ട്. കർണാടകയിൽ തന്നെയാണ് 2 നഴ്സിംഗ് കോളേജുകളും വരുന്നത്. അപ്പോൾ അതിലേക്ക് കൊടുക്കാം. BDSൻ്റെ കോളേജിലും നിങ്ങൾക്ക് ഈ ഒരു IP വാർഡ് കോട്ട വഴി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ഫീസിൽ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളുടെ ഫോട്ടോ വേണം, നിങ്ങളുടെ പാരൻസിൽ ആരാണോ കാർഡുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വേണം. ഓക്കെ. പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിനായിട്ട് നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് വേണം. പിന്നെ പെൺകുട്ടികളാണ്, ഓക്കെ, ആൺകുട്ടികൾക്ക് 21 വയസ്സ് വരെയാണ് കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പെൺകുട്ടികൾക്ക് വയസ്സൊന്നുമില്ല. അപ്പോൾ പെൺകുട്ടികൾ അനക്ഷരം 4ഉം അതുപോലെ തന്നെ 5ഉം, അത് ഒരെണ്ണം ആ കുട്ടിയുടെ ഇതോടുകൂടിയും മറ്റൊന്ന് ആരുടെയാണോ കാർഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അഫിഡവിറ്റുമാണ് വേണ്ടത്. പിന്നെ നോട്ടറീനെ കൊണ്ട് ഇത് 2ഉം 4ഉം 5ഉം നിങ്ങൾ നോട്ടറീനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം. നമുക്ക് ഈ പ്രോസ്പെക്ടസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിലുണ്ടാവും അഫിഡവിറ്റൊക്കെ, അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. പിന്നെ നമ്മൾ IP നമ്പർ അടിക്കുമ്പോൾ തന്നെ, ESIയുടെ IP നമ്പർ അടിക്കുമ്പോൾ തന്നെ ആ ഡേറ്റ് ഓൾറെഡി അതിലുണ്ടാവും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ ഈ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വെബ്സൈറ്റ് ഒന്ന് നോക്കിയാൽ മതി. അഡ്മിഷൻ ESI.gov.in അഡ്മിഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. നിങ്ങൾ കിട്ടുമെന്നുള്ളവരെല്ലാവരും തന്നെ കൊടുക്കുക കേട്ടോ. വളരെ ഒരു കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് രണ്ടും, അതായത് ഈ ഓൾ ഇന്ത്യ കോട്ടയിലേക്കും പിന്നെ നമ്മുടെ ഈ IP കോട്ടയിലേക്കുമുള്ള
കൗൺസിലിംഗ് നടത്തുന്നത് MCC ആണ്, മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഇത് തുടങ്ങുമ്പോൾ അതിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 50% സ്റ്റേറ്റ് കോട്ട എന്ന് പറഞ്ഞല്ലോ, ആ ഒരു 50% സ്റ്റേറ്റ് കോട്ട അതത് സ്റ്റേറ്റാണ് ചെയ്യുന്നത്, അത് ആ സ്റ്റേറ്റിലെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൊല്ലം പാരിപ്പള്ളിയിലെ 50% സീറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ സിയുടെ കൗൺസിലിംഗ് വഴിയാണ്. അതായത് കീം രജിസ്റ്റർ ചെയ്തിട്ടില്ലേ നിങ്ങൾ, അപ്പോൾ അതിലൂടെ കൊടുക്കുമ്പോൾ ഈ കൊല്ലം പാരിപ്പള്ളിയും കാണിക്കും, അതിലെല്ലാവർക്കും കൊടുക്കാം. ഈ 50% സ്റ്റേറ്റ് കോട്ടയിലേക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ മതി, എല്ലാ വിഷയങ്ങളും അതിലുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. താങ്ക് യു.